ഹായ് ഹലോ, എല്ലാവർക്കും സിനീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനീസ് ലേണിംഗ് ജേണി. അപ്പൊ നമ്മൾ SSLC ഫിസിക്സ് 2025-26 സെക്കൻഡ് ചാപ്റ്റർ ലെൻസസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലെൻസസ് എന്താണെന്നും രണ്ട് തരമുണ്ടെന്നും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അത് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു ലെൻസ്, അതായത് ലെൻസുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പദങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം. എന്താണ് ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്? ദ മിഡ് പോയിന്റ് ഓഫ് ദി ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെന്റർ. അതായത് ഒരു ലെൻസിന്റെ മധ്യബിന്ദുവാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഇങ്ങനെ കോൺവെക്സ് ലെൻസ് ഇരിക്കുന്നേ, ഇതിന്റെ ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം എവിടെയാണ്? ഇതിന്റെ ഈ ലെൻസിന്റെ സെന്റർ, അതായത് മധ്യബിന്ദു. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ച് ഇതാണ് അതിന്റെ സെന്റർ, മധ്യബിന്ദു അഥവാ എന്തെന്ന് പറയുന്ന ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചോ, ഇതൊരു കോൺകേവ് ലെൻസ്. നിങ്ങൾക്കറിയാം ലെൻസസ് രണ്ടു തരം ഉണ്ടെന്ന് ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പൊ കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ഇതാണ് അതിന്റെ മധ്യബിന്ദു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ O. അതായത് O എന്ന ലെറ്റർ കൊണ്ടാണ് ഒപ്റ്റിക് സെന്ററിനെ അഥവാ പ്രകാശിക കേന്ദ്രത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ലെൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്തൊരു പദമാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് part of a sphere. The centers of such spheres are the centers of curvature. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ്, അതായത് നമ്മുടെ ലെൻസിന്, അതായത് ഇതൊരു ലെൻസ് ആണല്ലോ, ഈ ലെൻസിന് രണ്ട് ഉപരിതലം ഉണ്ടല്ലോ, ഇതൊരു ഉപരിതലം, ഇത് മറ്റൊരു ഉപരിതലം. നമ്മൾ പറഞ്ഞു ലെൻസ് എന്ന് പറയുന്നത് രണ്ട് ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ലെൻസിന്റെ ഭാഗമായിരിക്കുന്ന ഗോളങ്ങളുടെ സെന്ററിനെയാണ് എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ഗോളങ്ങളുടെ സെന്റർ എവിടെയാണ്? ഇവിടെ അല്ലെ. അപ്പോ ഈ സെന്ററിനെയാണ് എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. അതായത് C എന്ന ലെറ്റർ കൊണ്ടാണ് സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ലെൻസിന്റെ സെന്റർ ഓഫ് എന്താന്ന് പറയും? ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രത്തിനെ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? O എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ലെൻസിന് എത്ര സെന്റർ ഓഫ് കർവേച്ചറുകളുണ്ട്? ഒരു ലെൻസിന് രണ്ട് സെന്റർ ഓഫ് കർവേച്ചറുകളുണ്ട് അല്ലെ. കാരണം രണ്ട് ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് എന്തെന്ന് പറയുന്നത്? ലെൻസ് എന്ന് പറയുന്നത്. ആ ഗോളത്തിന്റെ, ആ ലെൻസ് ഭാഗമായിരിക്കുന്ന ആ ഗോളത്തിന്റെ സെന്ററിലെ മധ്യ ബിന്ദുവിനെയാണ് എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം, അതായത് ഇത് ഓയിൽ നിന്നും ഈ സിയിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, ഇത് ആവശ്യം വരും. അതായത് ഓയിൽ നിന്നും, അതായത് ഒപ്റ്റിക് സെന്റർ, ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നും എങ്ങോട്ടേക്കുള്ള ദൂരം? ലെൻസിന്റെ വക്രതാ കേന്ദ്രം അഥവാ സെന്റർ ഓഫ് കർവേച്ചർ സിയിലേക്കുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം. മനസ്സിലായോ? അടുത്ത ടേം എന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം. എന്താണെന്ന് നോക്കാം. ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ്. അതായത് ഒരു ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ലൈൻ, സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് എടുത്താൽ അതിന്റെ ഒപ്റ്റിക് സെന്റർ പറയുന്നത് ഇതാണല്ലോ. ഇത് ഒപ്റ്റിക് സെന്റർ ഓഫ് ഇവിടെ C.
രണ്ട് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ. ആ ഈ ലൈൻ കണ്ടോ, ഞാൻ ഈ വരച്ചേക്കുന്ന രണ്ട് സെന്റർ ഓഫ് കർവേച്ചറുകളിലൂടെയും ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ലൈൻ, സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. കാണാതെ പഠിക്കാതെ നിങ്ങൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഫിസിക്സ് ഒരിക്കലും കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. ശ്രമിച്ചു കഴിഞ്ഞോ പിന്നെ പോയി. അങ്ങനെ പഠിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, ഇത് തന്നെ ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിലോ, കോൺകേവ് ലെൻസിനും ഇതുപോലെ ഇല്ലേ, അതായത് ഇത് കോൺകേവ് ലെൻസ്, അതിന്റെ സെന്റർ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈൻ അഥവാ സാങ്കല്പിക രേഖയാണ് എന്ത് ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം. അടുത്തൊരു ടേമാണ് അപ്പർച്ചർ. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഏരിയ ഓഫ് ദി ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. അതായത് ഒന്നുമില്ല, നോക്കിക്കേ, ഇതൊരു ലെൻസ് ആണല്ലോ, ഇതൊരു ലെൻസ് ആണ് അല്ലെ. ലെൻസിന്റെ സെന്റർ ഇതാണ്, സെന്റർ ഓഫ് കർവേച്ചർ അറിയാം. അപ്പൊ ഈ ലെൻസില് പ്രകാശം കടന്നു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അത് എവിടെ മുതൽ എവിടം വരെയാണ്? അതായത് പ്രകാശം ഇങ്ങനെ വന്നാൽ അത് എവിടെ മുതൽ എവിടം വരെ കടന്നു പോകും? നോക്കിക്കേ, ഇവിടം മുതല് ഇത്രയും ഭാഗം ആയിരിക്കത്തില്ലേ പ്രകാശം കടന്നു പോകുന്ന, ലൈറ്റ് റേസ് കടന്നു പോകുന്ന ഭാഗം ഒരു ലെൻസിന്റെ. അപ്പോ ഇതിന്റെ പരപ്പളവാണ് എന്തെന്ന് പറയുന്നത് ഇത്രയും ഭാഗം. ഇതിന്റെ പരപ്പളവാണ് എന്തെന്ന് പറയുന്നത് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിലോ, കോൺകേവ് ലെൻസിന്റെ അപ്പർച്ചർ ഏതാണ്? കണ്ടില്ലേ, ഇതാണ് എന്തെന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് എന്താന്ന് പറയുന്നത് അപ്പർച്ചർ എന്ന് പറയുന്നത്. അതായത് ദ ഏരിയ ഓഫ് ദി ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. അതായത് ഒരു ലെൻസിന്റെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവ്. ഇങ്ങനെ ആയിരിക്കത്തില്ലേ, പ്രകാശം ഇവിടെ കൂടി ഇത്രയും ഭാഗത്തൂടെ ഇവിടെ കൂടെ കടന്നു പോവോ? ഇല്ല അല്ലെ. അപ്പം ഇത്രയുമാണ് പ്രകാശം കടന്നു പോകുന്ന ഭാഗം ലെൻസിന്റെ. ആ ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് അപ്പർച്ചർ. ഓക്കെ അല്ലേ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ലൈറ്റ് റേസ് ഇൻസിഡന്റ് parallel and close to the principal axis after refraction converges to a point on the principal axis of a convex lens. This point is the principal focus of a convex lens. ഒന്നുമില്ല, സിമ്പിൾ. അതായത് നമ്മളിപ്പോ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുന്നു, അതിന്റെ ഒപ്റ്റിക് സെന്റർ ഇതാണല്ലോ, ഇതിലെ കൂടെ മുഖ്യ അക്ഷം കടന്നു പോകുന്നു. ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിസിനെയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്നായിരുന്നു ഒപ്റ്റിക് ആക്സിസിന് കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ടേമിലേക്ക് വരാം. പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് എന്താണ്? അതായത് ഞാൻ പറഞ്ഞു, ഒരു ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് അല്ലെ, ഈ കടന്നു പോകുന്നതല്ലേ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ലെൻസില് ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട്, ഇങ്ങനെ പാരലൽ സമാന്തരമായിട്ട് കടന്നു വരുന്ന പ്രകാശരശ്മികൾ, ഇങ്ങനെ കടന്നു വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ഇവിടുന്ന് എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും അല്ലെ. അപവർത്തനത്തിന് ശേഷം ഈ മുഖ്യ അക്ഷത്തിലുള്ള, അതായത് ഒപ്റ്റിക് ആക്സിസിലുള്ള ഒരു പോയിന്റില് കൂടിച്ചേരുന്നതായിട്ട് കാണാം. ഒരു പോയിന്റില് കൂടിച്ചേരുന്നതായിട്ട് കാണാം. ഈ പോയിന്റിൽ കൂടിച്ചേരുന്നല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. എല്ലാ പ്രകാശരശ്മികളും നമ്മുടെ ഈ ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ സമാന്തരമായിട്ട് വരണമെങ്കിൽ വസ്തു, ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കണം? 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാ. ഇങ്ങനെ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് അതല്ലെങ്കിൽ സമാന്തരമായിട്ട് പ്രകാശരശ്മികളെല്ലാം വരണമെങ്കിൽ വസ്തു അഥവാ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കണം? അനന്തതയിലായിരിക്കണം അല്ലെ, അതായത് ഇൻഫിനിറ്റിയിലായിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കോൺവെക്സ് ലെൻസിന് എത്ര മുഖ്യ ഫോക്കസുകൾ അഥവാ പ്രിൻസിപ്പൽ ഫോക്കസുകൾ ഉണ്ട്? 2 മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടല്ലേ. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പ്രകാശം ഇവിടുന്ന് കടന്നു വന്ന് ഇവിടെ പോയിന്റിൽ പതിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോഴോ
ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇവിടെയും ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നില്ലേ? തിരിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ, അതായത് ഇവിടുന്ന് പ്രകാശം വരുന്നു, അപവർത്തനത്തിന് ശേഷം ഇവിടെ ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നു. അങ്ങനെയാവുമ്പോൾ ഇവിടെയും ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് ഉണ്ടാവും അല്ലെ? അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന് എത്ര മുഖ്യ ഫോക്കസുകൾ ഉണ്ട്? 2 മുഖ്യ ഫോക്കസുകൾ ഉണ്ട്. ഈ പറഞ്ഞ 2 സൈഡിലുണ്ടാവുന്ന ഈ മുഖ്യ ഫോക്കസുകളും ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. ഫില്ലപ്പായിട്ടൊക്കെ ചോദിക്കാം, പൂരിപ്പിക്കാനായിട്ടൊക്കെ ചോദിക്കാം. എന്താ തുല്യം? അതായത് എന്ത്? ഈ 2 സൈഡിലും നമ്മൾ 2 മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും തന്നെ ഒപ്റ്റിക് സെന്ററിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഈ സമാന്തരമായിട്ട് പാരലായിട്ട് വരുന്ന ഈ ലൈറ്റ് റേസ് ഇല്ലേ, അപവർത്തനത്തിന് ശേഷം ഈ മുഖ്യ ഫോക്കസിൽ കൂടിച്ചേരുന്നു. ഈ ഇവിടെ വന്ന് ഈ കൂടിച്ചേരുന്ന പോയിന്റ് ആണ് മുഖ്യ ഫോക്കസ് എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ്? ഈ ഒപ്റ്റിക് ആക്സിസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. എന്തായിരിക്കും? റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. മുഖ്യ ഫോക്കസ് എന്ന പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കോൺകേവ് ലെൻസിന്റെ കേസിൽ എങ്ങനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ് അല്ലെ? അപ്പൊ കോൺകേവ് ലെൻസിന് ഒപ്റ്റിക് സെന്റർ ഉണ്ട്, അതിന്റെ ഒപ്റ്റിക് ആക്സിസ് ഉണ്ട് അല്ലെ, അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്നൊക്കെ പറയാം അല്ലെ, പ്രകാശിക അക്ഷം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ എങ്ങനെയാണ്? ഇതിന് പാരലായിട്ട് ഇവിടേക്ക് കടന്നു വരുന്ന പ്രകാശരശ്മികൾ നോക്കിയാൽ ഈ ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് കടന്നു വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം കോൺവെക്സ് ലെൻസിൽ എന്ത് സംഭവിക്കും? അപവർത്തനത്തിന് ശേഷം എന്ത് സംഭവിക്കും? വ്യതിചലിക്കുക അല്ലെ, ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപവർത്തനത്തിന് ശേഷം ഇങ്ങനെ വ്യതിചലിക്കും, ഡൈവേർജ് ചെയ്യും അല്ലെ. ഈ പ്രകാശരശ്മികൾ സമാന്തരമായി നിന്ന് പതിച്ച ഭാഗത്ത് ഒപ്റ്റിക് ആക്സിസിൽ തന്നെ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും ഈ പ്രകാശരശ്മികൾ വരുന്നതായി നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്നും ഈ പ്രകാശരശ്മികൾ ഇവിടുന്ന് നോക്കുമ്പോ ഈ പ്രകാശരശ്മികൾ ഒപ്റ്റിക് ആക്സിസിനെ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് തോന്നും. എന്ത്? ഈ വ്യതിചലിച്ചു പോകുന്നില്ലേ, അപവർത്തനത്തിന് ശേഷം ഈ വ്യതിചലിച്ചു പോകുന്ന പ്രകാശരശ്മികള് ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഒപ്റ്റിക് ആക്സിസിലെ ഒരു പോയിന്റ്, ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായി കാണും. അതാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ കോൺകേവ് ലെൻസിനും എത്ര മുഖ്യ ഫോക്കസുകളുണ്ട്? 2 മുഖ്യ ഫോക്കസുകളുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്ന് ഇവിടെയും, ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഒന്ന് ഇവിടെയും ഉണ്ട്. അങ്ങനെ 2 ഫോക്കസുകളുണ്ട്. പക്ഷേ ഈ മുഖ്യ ഫോക്കസുകൾ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കില്ല, വിർച്വൽ അഥവാ മിഥ്യയായിരിക്കും. കാരണം ഇത് അപവർത്തനത്തിന് ശേഷം മുഖ്യ ഒപ്റ്റിക് ആക്സിസിലൂടെ കടന്നു പോകുന്നില്ല. കാരണം വ്യതിചലിച്ചു പോവുകയല്ലേ പ്രകാശരശ്മികൾ. നമുക്ക് തോന്നുന്നതാണത് ഇവിടെ നിന്നും ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഈ പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിലൂടെ, അതായത് ഒപ്റ്റിക് ആക്സിസിലൂടെ കടന്നു പോകാത്തതിനാൽ ഈ മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യ അഥവാ വിർച്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. എന്താണ് ഫോക്കൽ ലെങ്ത്? ദ ഫോക്കൽ ലെങ്ത് എഫ്, അതായത് സ്മോൾ എഫ് കൊണ്ടാണ് ഫോക്കൽ ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക് സെന്റർ ഓഫ് ദി ലെൻസ് ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്. അതായത് ഇത് ലെൻസ്, ഇതിന്റെ ഒപ്റ്റിക് സെന്റർ ഇവിടെ അല്ലേ, ഒപ്റ്റിക് ആക്സിസ് ആണ്. ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഫോക്കസ് ഇവിടെയാണെന്ന് വിചാരിച്ചോ, പ്രിൻസിപ്പൽ ഫോക്കസ് ഇതാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും, അതായത് ഇവിടെ നിന്നും ഇവിടം വരെ മുഖ്യ ഫോക്കസ്, അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു മാർക്കിനൊക്കെ ചോദിക്കാം, ചിലപ്പോ ഒരു മാർക്കിനൊക്കെ എടുത്ത് ചോദിക്കാം ഒപ്റ്റിക് സെന്റർ എന്താണെന്നൊക്കെ ചോദിക്കാം. ലെൻസിന്റെ മധ്യബിന്ദു ആണ് ഡാഷ് എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ലെൻസിന്റെ മധ്യബിന്ദുവിനെ പറയുന്ന പേര് എന്ത്, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിച്ചു വെക്കരുത്. ഇത് ഓർക്കുക, നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മളെ ആൻസറിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, കാണാപ്പാട് ഒരിക്കലും ഫിസിക്സ് പഠിക്കരുത്. അപ്പോ
ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ടേംസ് ഡിഫൈൻ ചെയ്യുക, ഡിഫൈൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പദങ്ങളെ വിവരിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്നിട്ട് ഇങ്ങനെ A-B എന്നിട്ടിട്ട് ചിലപ്പോൾ ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഇങ്ങനെ എന്താണെന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാർക്കിനൊക്കെ ഇതെന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫില്ലപ്പ് ആയിട്ട് ചോദിക്കാം. ഫോക്കൽ ലെങ്ത്, ദ ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക് സെന്റർ ഓഫ് ദി ലെൻസ് ടു ദി ഡാഷ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ the focal length is the distance from the dash of the lens to the principal focus. അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, പിന്നെ ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്തിൽ നിന്നും കഴിഞ്ഞ വീഡിയോയിൽ നിന്നും ഞാൻ അത് പറഞ്ഞതാണ്. കൺവെർജ് ചെയ്യുന്ന ലെൻസ് ഏത്, ഡൈവേർജ് ചെയ്യുന്ന ലെൻസ് ഏത്, അതൊക്കെ ചോദിക്കാനുണ്ട്. നമ്മൾ അതൊക്കെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവര് തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഇന്നത്തെ ടോപ്പിക്സ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.